കുഴപ്പമില്ല. ജയൻശീല, ബാക്കിയൊക്കെ ഇത് തന്നെ. തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ചെറിയ കുഴപ്പമില്ല. പുതിയ ടെക്നോളജിയുടെ ഒക്കെ കുറച്ചുകൂടെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉണ്ട്. 47 വർഷം പഴക്കമുണ്ട്. എന്നാലും പുതിയ പ്രിൻ്റായിട്ട് സൂപ്പറായിരിക്കുന്നു. പണ്ട് കണ്ടതിനായിട്ട് ഇപ്പോൾ നല്ല ഊക്കം പടം. പണ്ട് കണ്ടതിനായിട്ട് കൊള്ളാം. നല്ല നല്ല സംഭാഷണം, നല്ല ശൈലിയെല്ലാം ഉണ്ട്. കൊള്ളാം പടം. ജയൻ നല്ല ഭയങ്കര ഇതല്ലേ, പണ്ടത്തെ കണ്ടി നല്ല അടിപൊളിയായിരിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഈ ഇപ്പോഴത്തെ നടന്മാരൊന്നും വരില്ലായിരുന്നു. കാലം ഒക്കെ കുറച്ചുകൂടെ സൗണ്ടും ക്ലാരിറ്റിയും ഒക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം തിയേറ്ററിൽ. പടം നന്നായി. അല്ല, സൂപ്പർ. ആ സൗണ്ടൊക്കെ നന്നായിരിക്കുന്നു. അതിനേക്കാളും പണ്ടത്തെക്കാലം സൂപ്പറായിട്ടുണ്ട്. തിയേറ്ററിൽ പോയാലും അടിപൊളിയായി. 47 വർഷം അല്ലേ? 47 വർഷം ഇനി ഒരു കേരള സിനിമയിലുള്ള ഒരു നടന്മാർക്ക് ഇതുപോലെ അവസരം കിട്ടില്ല. അതാണ്. ജയേട്ടൻ്റെ ഒരു ആരാധകനാണ് പുതിയ തലമുറയിൽ. പടം നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്വാളിറ്റിയിൽ സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിയെ സ്ക്രീനിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. എന്തായാലും ഇനി മീനും അങ്ങാടിയും ഇതുപോലെ റിലീസ് എല്ലാവരും കാണണം. താങ്ക് യു. ഒരു നമ്പർ 1 സ്റ്റാറായ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ഒന്നും ആവില്ലായിരുന്നു. പുള്ളി തന്നെയാണ് അന്നും ഇന്നും. 45 വർഷമായി പുള്ളി പോയിട്ട്. എന്നിട്ടും പുള്ളിയുടെ ഒരു പ്രസൻസ് ഇപ്പോഴും മലയാള സിനിമയിലും അല്ലാതെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ടി വി കണ്ട പടം തിയേറ്ററിൽ കണ്ടെങ്ങനെയുണ്ട്? മുമ്പ് പണ്ട് കണ്ടതാണ്, പിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. നന്നായിട്ടുണ്ട്. അതായത് പിന്നെ നമ്മുടെ ഈ പഴയ ആ ഒരു ഫിലിമിൻ്റെ ക്ലാരിറ്റി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവർക്ക് കിട്ടിയ പ്രിൻ്റ് ഡി വി ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ളത് കാണാനൊക്കെ നല്ല ഇമ്പ്രൂവ്, നല്ല പടം. മനസ്സിന് നല്ല അടിപൊളി, ഇഷ്ടപ്പെട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ഹസ്ബൻഡിന് താല്പര്യമില്ല, അതുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ജയൻ എന്ന് പറഞ്ഞ വ്യക്തി? കുഴപ്പമില്ല. നമ്മൾ കുഞ്ഞിലേക്ക് കണ്ടിട്ടുള്ളതല്ലേ, ആ ഒരു ഇതേ ഉള്ളൂ. അല്ല വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമല്ല. പുള്ളിക്കാരന് ഭയങ്കര താഴെ അവിടെ നിൽപ്പുണ്ട്, അവിടെ ചോദിച്ചാൽ പറയും. അല്ല, ഇനി ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വന്ന് തിയേറ്ററിൽ വന്ന് പുതിയ പിള്ളേരൊക്കെ കണ്ടു പഠിക്കട്ടെ എന്തൊക്കെയാണ് സിനിമ. അതെ, തീർച്ചയായിട്ടും ഒരുപാട് മിസ് ചെയ്യുന്നത്. ഒരു നടനും കിട്ടാത്ത അംഗീകാരമാണ് നൂറ്റാണ്ട് പിന്നിടാൻ പോകുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ച ഈ ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള ജയന്മാർ ഉണ്ടാകുമോ എന്ന് കേട്ടാൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള നല്ല രീതിയിൽ ചെയ്ത പടം ഇപ്പോഴതിനെക്കാട്ടി കൂടുതൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു മാതൃകയായി കാട്ടാൻ ഈ പറയാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴും വീണ്ടും കണ്ടു. ഇപ്പോൾ ഉള്ള നടന്മാരെല്ലാം ജിംനേഷ്യവും മറ്റൊക്കെ അല്ലേ ആദ്യമായിട്ടൊരു ശരീരം പ്രദർശനം നടത്തുന്നതും. ഈ റോളിൽ നമുക്ക് നസീറിനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നസീർ മോശം എന്നല്ല പറയണത്. അജയൻ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാണാൻ വന്നത്. ഓക്കെ. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. കുട്ടിക്കാലത്ത് തിയേറ്ററിൽ കണ്ട ഒരു ആദ്യമായിട്ട് കാണാൻ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അന്ന് 4 വയസ്സ് എന്താ കാണുള്ളൂ. പിന്നീട് പണ്ട് ഈ പലവട്ടം വരുമല്ലേ സിനിമകൾ, അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ ശരമഞ്ചരം, അങ്ങാടി, മീൻ, ദീപം എന്ന് പറഞ്ഞ ഒരുപാട് പടങ്ങൾ. അന്നത്തെ കാലത്ത് ജയൻ്റെ ഫിലിം എൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടോ വീട്ടിൽ. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ഫിലിം പണ്ട് വിൽക്കാൻ കിട്ടുന്നതിൽ ജയൻ്റെ ഫിലിം നോക്കി സെലക്ട് ചെയ്ത് വെച്ചേക്കും. കുറേയൊക്കെ നശിച്ചു പോയി, എന്നാലും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇപ്പോഴും പഴയ ഫിലിം. ഇല്ല കേട്ടോ, ഒരിക്കലും വരില്ല. ഈ ശരീരം ഇങ്ങനെ ഒരു ബോഡി കാണിക്കുന്ന ഒരിക്കലും ഇന്നത്തെ തലമുറയ്ക്ക് പക്ഷേ ഇത് അവർക്ക് സൂചിക്കില്ല. അവർ കാലഘട്ടം കൂടെ നോക്കില്ലല്ലോ. പക്ഷേ ജയനെ മാത്രമാണെങ്കിലും നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ജയനെന്ന് പറയുമ്പോൾ ഇന്നും ഒരു ഇതാണല്ലോ. പലയിടത്തും ജയൻ്റെ വേഷം കെട്ടിയ ആൾക്കാർ നടക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു പൗരുഷമുണ്ട്. ജയൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി മോഹൻലാൽ പോലും ഇങ്ങനെ ഉയർന്നു വരുമെന്ന് തോന്നുന്നില്ല. അവർ വരും, വലിയ മഹാനടന്മാരൊക്കെ തന്നെ. എന്നാലും ആ ഒരു ഗ്യാപ്പ് ജയൻ്റെ ഒരു നിൽക്കുമ്പോഴത്തേക്ക് ഇവരെങ്ങനെ വരും? സിനിമ ആ മലയാള സിനിമ ആകെ മാറി വരെയല്ലേ എന്നാൽ ജയൻ്റെ കാലം. തീർച്ചയായിട്ടും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ ഒരുപാട് പാട്ട് നമ്മൾ യൂട്യൂബിൽ ഞാൻ മിക്കപ്പോഴും പാട്ട് സീനുകൾ നോക്കിയാൽ മതി. ദീപം എന്ന സിനിമയിൽ ഒരു പാട്ട് സീനുണ്ട്, നോക്കിയാൽ മതി. ഒരു കുതിരപ്പുറത്താണ് ആ പാട്ട് മുഴുവൻ അഭിനയിക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് കുതിര ഓടിക്കുന്ന ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. അമിതാഭ് ബച്ചൻ കണ്ടിട്ടുണ്ട് പല പടങ്ങളിലും ഓടിക്കുന്ന. മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു പാട്ട് സീൻ നോക്കിയാൽ ദീപം സിനിമയിലൊരു പാട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോണേ. ഭഗവാനെ, തിരിച്ച് വീണ്ടും ജയനെ കാണാൻ പറ്റി. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ എന്താ അയറും തള്ളി നെഞ്ചു കിടന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇപ്പോൾ ഉള്ള നടന്മാരിൽ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? വ്യത്യസ്തമാക്കുന്ന ആത്മാർത്ഥത. അതായത് അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടറിനെ അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായിട്ട് അതിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്തത്.
വെറും സാധാരണ ഒരു വില്ലനായിട്ട് വേണമെങ്കിൽ അതിനെ ചിത്രീകരിക്കാം. പക്ഷേ അദ്ദേഹം നമ്മുടെ മനസ്സിലേക്ക് കയറി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ വിഷമിക്കുകയാണ് സത്യം പറഞ്ഞു. നമ്മുടെ എല്ലാം ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ടാണ്, ഹി ഈസ് ജയന്തൻ. ഞങ്ങൾ ഒന്നിച്ച് നിന്ന് തിയേറ്ററിൽ കണ്ട പടമാണ്. വളരെയധികം സൂപ്പറായിട്ട് അതിനെ റീമേക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ വളരെയധികം സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത ആർക്കായിരുന്നാലും അവർക്ക് 100,000 അഭിനന്ദനങ്ങൾ. കേരളത്തിലുള്ള എല്ലാവരും. അതെ, ഭയങ്കര ഒരു റിസ്ക് ഉണ്ട്. താങ്ക് യു. സൂപ്പറായിട്ടുള്ള പടമാണ്. നമ്മൾ വന്നിട്ട് വളരെ ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനും വേണുമൊക്കെ പോയിട്ട് നമ്മൾ നോർമൽ നമ്മുടെ ബാലരാമപുരം ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ താമസങ്ങൾ അവിടെ കണ്ടത്. പക്ഷേ അന്ന് കണ്ട ആ ഒരു നൊസ്റ്റാൾജിയയും ആ ഒരു ഓർമ്മകളും എല്ലാം ഈ പടത്തിലൂടെ നമുക്ക് തിരിച്ചു വരാം. അതാണ് ഒരു പ്രത്യേകത. ഈ പടത്തിന് നമ്മളെ പഴയ പൂർവ്വകാല ഓർമ്മകളെ സ്മൃതികളെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ഈ പടത്തിന് നമ്മൾ അങ്ങേറ്റം നോക്കണം. കാരണം ജയൻ്റെ അന്ന് ജയൻ്റെ ഒരു ആയിരുന്നല്ലോ, ആ ജയൻ തുടക്കത്തിൽ വന്നിട്ട് ഈ പടത്തിൽ നിന്നാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് ജയനായത്. ഒരു വില്ലനാണെങ്കിൽ തന്നെ ഒരു വില്ലൻ്റെ കഥാപാത്രത്തിന് എങ്ങനെ എടുത്ത് കാണിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത് ജയൻ. പുള്ളി ഉണ്ടെന്നെങ്കിൽ ഇവരെല്ലാവരും വരും. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറുമല്ലോ, അതനുസരിച്ച് ഇവരെല്ലാവരും വരാതെ ചെയ്യും. പക്ഷേ പെട്ടെന്ന് വരില്ല. പുള്ളി ഉണ്ടെങ്കിൽ ഇനി ഒരു മരിച്ചതിന് ശേഷവും ഒരു 5-6 വർഷം പുള്ളിയുടെ ഒരു യുഗമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കാലക്രമേണ ആൾക്കാരുടെ സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡും തലമുറകൾ മാറുമ്പോഴത്തേക്കും സ്വഭാവങ്ങൾ മാറുമല്ലോ, അതുപോലെ മാറുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും വരും. ഇനി ഇവർ പോകുമ്പോഴത്തേക്ക് ഇനി വേറൊരു തലമുറ വരും. അത് നടന്നുകൊണ്ടിരിക്കും. ഇത് പ്രപഞ്ചമല്ലേ, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കും, കണ്ടുകൊണ്ടിരിക്കും, പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ കണ്ടുപോയി പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് കൊടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. പടം നല്ലതായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ നല്ല പുതിയ പ്രിൻ്റ് കാണുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ റീയൂണിയൻ ഈ ദിവസമാണ്. ഓക്കെ, നമ്മൾ വളരെ വ്യത്യസ്തപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ തികച്ചും ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നതിലുപരിയായിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. യാതൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒരിടത്തും പോയിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായിട്ട് ആ കഥാപാത്രമായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഭയങ്കര തീരാനഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുകയാണ്. വീണ്ടും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും എല്ലാവരും ചെന്ന് ഈ തിയേറ്ററിൽ ഈ സിനിമ കാണണം. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാതിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു നടനായിരുന്നു ശ്രീമാൻ ജയൻ. തുടങ്ങിയപ്പോഴത്തേക്ക് ചെറുപ്പക്കാരുമില്ല. കാരണം അതാണ് അതിൻ്റെ ആ ഒരു ലോജിക്ക്. കാരണം ഈ പണ്ട് പടം ഞാനും പുള്ളിയൊക്കെ 7ലും 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ആ കാലത്ത് ഇറങ്ങിയ പടം ഇപ്പോൾ എനിക്ക് 60 വയസ്സായി. ആ ടീമാണ് പറഞ്ഞത് കൂടുതലും ഇതിൽ. കാരണം ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ജയൻ്റെ നീട്ടും കുറുക്കൊന്നുമില്ല, അതൊക്കെ മെമിക്രിക്കാരുണ്ടാക്കുന്നതാണ്. ആ സംഭാഷണം അത് ഇഷ്ടപ്പെടില്ല. കാരണം കാലഘട്ടം മാറുമ്പോഴത്തേക്ക്, തലമുറകൾ മാറുമ്പോഴത്തേക്ക് എല്ലാം മാറും. അതാണ്. എന്നാൽ തന്നെ ഇത് പടം നമ്മളെപ്പോലുള്ളവർക്ക് സൂപ്പറായിട്ടുണ്ട്.